തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഭൂകമ്പം. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വൻ രാഷ്ട്രീയ സ്ഫോടനത്തിനാണ് കോടമ്പാക്കവും ചെന്നൈ തെരുവുകളും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തമിഴകത്തിന്റെ പ്രിയനടി തൃഷയ്ക്കും ദളപതി വിജയ്ക്കുമെതിരെ പരസ്യമായി അശ്ലീല പരാമർശം നടത്തിയ DMK നേതാവും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഒടുവിൽ അറസ്റ്റിൽ. അതെ, ദളപതി വിജയുടെയും തൃഷയുടെയും ആരാധകരെയും തമിഴ് ജനതയെയും ചൊടിപ്പിച്ച ആ ഒറ്റ പരാമർശം ഉദയനിധിയെ എത്തിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ തുടക്കം തഞ്ചാവൂരിൽ വെച്ചായിരുന്നു. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് DMK സംഘടിപ്പിച്ച പ്രതിഷേധ റാലിക്കിടെ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് ഉദയനിധി സ്റ്റാലിൻ എല്ലാ അതിരുകളും ലംഘിച്ച് സംസാരിച്ചത്. തൃഷയെയും വിജയിനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉദയനിധി നടത്തിയ നിന്ദ്യമായ വാക്കുകൾ നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സംഭവം കത്തിപ്പടർന്നതോടെ ഞാൻ പേരെടുത്തു പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ന്യായീകരിച്ച് തടിയൂരാൻ DMK കേന്ദ്രങ്ങൾ ശ്രമിച്ചെങ്കിലും ആ നാടകം തമിഴ്നാട്ടിൽ വിലപ്പോയില്ല. തങ്ങളുടെ പ്രിയ നേതാവ് വിജയിനെയും തൃഷയെയും ആക്ഷേപിച്ചപ്പോൾ കയ്യും കെട്ടിനോക്കിയിരിക്കാൻ വിജയിന്റെ പാർട്ടിയായ TVK തയ്യാറായില്ല. വിജയിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടി അണികളും വനിതാ വിങ്ങും സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി. TVK വനിതാ വിംഗ് ജില്ലാ ഓർഗനൈസർ ഭൈരവി നൽകിയ പരാതിക്ക് പുറമെ വിഷയം ദേശീയ വനിതാ കമ്മീഷന്റെ മുന്നിലുമെത്തി. TVKയുടെ ശക്തമായ നിയമ പോരാട്ടത്തിനും BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ പോലീസിന് ഉദയനിധിക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. തുടർന്ന് നടന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലാകുന്നത്. ഇതൊരു കേവലം സിനിമാ പോരല്ല, മറിച്ച് തമിഴ്നാടിന്റെ ഭാവി രാഷ്ട്രീയം മാറ്റിയെഴുതുന്ന പവർ പ്ലേ ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ദളപതി വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിൽ ഭയന്ന DMK ഇത്തരം വില കുറഞ്ഞ അധിക്ഷേപങ്ങളിലൂടെ വിജയിനെയും കൂടെയുള്ളവരെയും തളർത്താമെന്നാണ് കരുതിയത്. എന്നാൽ ആ നീക്കം ഇപ്പോൾ DMKയ്ക്ക് തന്നെ വൻ തിരിച്ചടിയായി മാറി. തൃഷയ്ക്കും വിജയ്ക്കും പിന്തുണയുമായി ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇപ്പോൾ തെരുവിലും സോഷ്യൽ മീഡിയയിലും അണിനിരന്നിരിക്കുന്നത്. DMKയുടെ കോട്ടകളെ തകർത്തെറിഞ്ഞ് വിജയിന്റെ TVK നേടിയ ഈ വൻ നിയമരാഷ്ട്രീയ വിജയം തമിഴ്നാട്ടിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? തൃഷയ്ക്കും വിജയ്ക്കും നേരെ നടന്ന ഈ അധിക്ഷേപത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?